ശരിക്കും ഞാനൊരു ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നൊരു മോർണിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. രാവിലെ നീറ്റിട്ട് ഇതേ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തലേ ദിവസം വൈകുന്ന വരെ ഒരു 7 മണി 8 മണി വരെയൊക്കെ നമ്മുടെ അടുക്കളയിൽ പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അങ്ങ് പണിയുമ്പോൾ പിന്നെ പണിക്കാർ ചേട്ടന്മാർക്കൊക്കെ ചായയും അതും ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും കുറേ പേരുണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പാത്രങ്ങൾ ഇങ്ങനെ ലോഡ് കണക്കിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴുകി മടുത്തപ്പോൾ ഞാൻ രാത്രി തവട ഇട്ടു കേട്ടോ. അപ്പോൾ രാവിലെ കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് അടുക്കളയിൽ കയറാൻ തന്നെ തോന്നുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഞാനുണ്ടല്ലോ ആദ്യം തന്നെ ഉണക്കമീൻ മാന്തളി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് അപ്പോഴേക്കും നമ്മൾ വെക്കാറാകുമ്പോഴേക്കും ഉപ്പ് പോകല്ലോ വെച്ചിട്ട് ആദ്യം തന്നെ അത് വെള്ളം ഒഴിച്ച് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ പരിപ്പ് ദേ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ. കാരണം ഇപ്പോൾ 2-3-4 പേർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞ് കഷ്ണം മത്തങ്ങ കുമ്പളങ്ങി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇന്ന് വേവിച്ചെടുക്കുകയാണേ. പരിപ്പ് വെന്തതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. ഇപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ വറുത്തരിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള സാമ്പാർ വയ്ക്കാൻ നല്ലത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ്, അതുകൊണ്ടാണ് വെക്കുന്നതും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ വാഴയ്ക്ക തോരനാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ തോരന് വേണ്ടിയിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. അതിലേക്ക് ഉണ്ടല്ലോ തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ കൂടിയിട്ട് ഒന്ന് നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുത്തിട്ട് അതിലേക്കിട്ടു. പിന്നെ കടുകൊക്കെ മുപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഉപ്പേരിയും ആയല്ലോ. പിന്നെ ഞാൻ രാവിലെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറും ചമ്മന്തി ആയല്ലോ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പം സച്ചുവിനെ എന്തിനോ ചേട്ടൻ വിളിച്ചതാണ് കേട്ടോ. പക്ഷേ അവൻ രാവിലെ നീറ്റ് ഇപ്പോൾ കുറേ നാളായിട്ട് ശീലമില്ലാത്തതുകൊണ്ട് നീറ്റ് വന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് കിടക്കുവാണേ. അപ്പോൾ അവന് തല മസാജ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഉറക്കത്തിൽ നിന്ന് നീക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നീച്ച് ദേഷ്യപ്പെട്ട് ഒക്കെ പറഞ്ഞ് എണീക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത്ര ഉഷാറുണ്ടാവില്ല. അപ്പം ഞാൻ മെല്ലെ സോപ്പിട്ട് തല മസാജ് ചെയ്യുന്ന ഇഷ്ടമാണ് പുള്ളിക്കാരൻ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മസാജൊക്കെ കൊടുത്തിട്ട് നീപ്പിക്കാൻ നോക്കുകയാണേ. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ദോശ ഉണ്ടാക്കണ്ടേ. നമ്മുടെ വീട്ടിലുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും നേരം നമ്മൾ അവിടെ നിന്നിട്ട് അത് ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ലേറ്റ് ആയിട്ടോ. പിന്നെ അവർ വന്നതിന് ശേഷമാണ് ഞാൻ ദോശ ചുടാൻ തുടങ്ങി. ബാക്കി എല്ലാ പണിയും എൻ്റെ ഉച്ചയ്ക്കുള്ളതും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമുക്ക് മീൻ വറുത്തതും അതുപോലെ തന്നെ ഞാനൊരു ചുട്ട അരച്ച ചമ്മന്തിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് നമുക്കിപ്പോൾ ഇത് മതിയല്ലോ, ഉച്ചത്തേക്കുള്ളതും അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അടുക്കളയിൽ അങ്ങനെ നിന്ന് പണിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ടാണ് വന്ന് ചോദിക്കുന്നത്. അപ്പം വീട്ടിലുള്ളവരും പുറത്തുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ദേ നമ്മുടെ തങ്കപ്പേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. മീനും കൊണ്ട് പുഴയിൽ നിന്ന് കിട്ടിയ മീനും കൊണ്ട് വന്നു. കുറേ ഉണ്ടല്ലേ? അല്ല അതിൻ്റെ കുറേ ഇതേ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് കരയത്തിട്ട് ഇങ്ങനെ ഓടി കയറി പോണതാണത് അല്ലേ? വെള്ളം വേണ്ടല്ലേ? ആ അതന്നെ. ഇത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നേ. ഇതാണ് മറ്റേ മൊയ്യ് കൂരിയത്, കാരി എന്ന് പറയും. ഇത് കൊമ്പ് കൊണ്ട് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം പറലല്ലേ. ഇതാണ് കുറുവ. ഇത് പുഴയിലത്തെ കുറുവ പറല്. ഇതാ ഇത് നമ്മുടെ കരിമീൻ. ഇതാണ് കരിമീൻ. ഇതാണ് വേളൂരി. കണ്ടോ വേളൂരി. ഇതാണ് വേളൂരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. വേളൂരി, പൂളോൻ അല്ലേ? ഇത് പുഴയിലത്തെ പൂളോൻ എന്നൊക്കെ പറയും അല്ലേ? ആരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയുടെ ഇടുക്കിലുള്ള സാധനമാണിത്. പാമ്പ് പോലത്തെ ഒരു സാധനമാണ് മീൻ. ആരലെന്ന് പറയും. ഇതാണ് തങ്കപ്പേട്ടനെ അറിയുള്ളൂ ഏതൊക്കെ മീനാ എന്തൊക്കെ മീനാ അല്ലേ? ഇത് പുഴയിന്ന് പിടിച്ചിട്ടുള്ള സാധനമല്ലേ? എല്ലാം പുഴയിന്ന് പിടിച്ചുകൊണ്ടിരുന്ന കേട്ടോ. ആള് നമുക്ക് എപ്പോഴും കൊണ്ടുവന്നേര്. പിടിച്ചു കഴിഞ്ഞാ വിളിച്ചു നോക്കും എന്നിട്ട് കൊണ്ടുവന്നിരുന്നു. എല്ലാ മീനുകളും പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും. പൂർവപ്പല്ല്
ചേട്ടൻ പിടിക്കട്ടെ, ചേട്ടൻ കൊണ്ടുവന്നല്ലേ. അങ്ങനെ നമ്മൾ അതിന് ഏറ്റവും വലിയ ബ്രാലും അതുപോലെ തന്നെ 2 ആരലും കൂടി എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ കൊടുന്ന് വീട്ടിൽ വെച്ചു, കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നേരെ മുകളിലേക്ക് വന്നു കേട്ടോ. കാരണം ജിഞ്ചു ഇവിടെ പ്രസവിച്ചിട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് പ്രസവിച്ചിട്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അവളൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഇടയ്ക്ക് പ്രസവിക്കാൻ വേറെ എവിടേക്കെങ്കിലും പോകാറുണ്ട്, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കുട്ടികളെ കടിച്ചു പിടിച്ച് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഇവിടെ സേഫ് ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ്. പിന്നെ പണി നടക്കുന്നതുകൊണ്ട് മാത്രം അവൾക്ക് സേഫ് അല്ല എന്നൊരു തോന്നലുണ്ട് കേട്ടോ. അവളുടെ കുട്ടികളെ ഭയങ്കര സേഫായിട്ട് അവൾ നോക്കണം കേട്ടോ. ആദ്യത്തെ 2 പ്രസവത്തെ പോലെയല്ല, പിന്നെയുള്ള പ്രസവങ്ങളിലൊക്കെ അവൾ ഭയങ്കര നോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായു നീറ്റ് വന്നത് നേരെ വരുന്നത് ജിഞ്ചുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവരുടെ പണി മെയിനായിട്ട് ഇതാട്ടോ, ഇടയ്ക്ക് വന്നിട്ട് ഈ കുട്ടികളെ എടുത്തിട്ട് കളിക്കുക. സച്ചുവിനെ മാത്രം ഒന്നും ചെയ്യില്ല കേട്ടോ. സച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ് ജിഞ്ചുവിനെ. അപ്പോൾ അവൾ ഏത് ഉറക്കത്തിൽ കുട്ടീനെ എടുത്താലും ഒന്നും ചെയ്യില്ല. സായുവിനെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാനൊക്കെ തൊട്ട് ചിലപ്പോൾ അവൾ എന്താ ചെയ്യാന്നറിയില്ല കേട്ടോ. ബാക്കിയുള്ളവരൊന്നും തൊടാൻ സമ്മതിക്കില്ല. അവൾ ചിലപ്പം മാന്തും. പക്ഷേ സച്ചുവിനെ പിന്നെ ഏത് ഉറക്കത്തിലും അവന് പോയിട്ട് എടുക്കാം, ഒന്നും ചെയ്യില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് സായുവിനെ. അതെ, ഞാനങ്ങനെ എടുത്തു നോക്കിയിട്ടില്ല, പേടിയുണ്ട് കേട്ടോ. ചിലപ്പോൾ അവളെ കുട്ടികളെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കും എന്നുള്ള പേടി കൊണ്ട് അവൾക്ക് നല്ലൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ സായു മെല്ലെ സോപ്പിട്ടിട്ടാണ് കേട്ടോ കുട്ടീനെ എടുക്കാൻ സമ്മതിച്ച്. കണ്ണൊന്നും തുറന്നിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. 2 ഉണ്ട് കേട്ടോ. സാധാരണ 3 ഉണ്ടാവാറുണ്ട്, ഇത്തവണ 2 ഉണ്ടായിരിക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ അംഗസംഖ്യ കൂടി വരികയാണ് വീട്ടിൽ. ഒരാളെവിടെ? ടെറസിലേക്ക് ഒന്ന് കയറി നോക്കിയപ്പോൾ മൊത്തം മഴ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് ഒരുപാട് അങ്ങോട്ട് നനഞ്ഞാലും അത്ര നല്ലതൊന്നുമല്ല. പിന്നെ മഴ നനയാനൊക്കെ നല്ല രസമാണ്, തണുപ്പൊക്കെ രസമാണ്, മഴ രസമാണ്. പക്ഷേ ഈ വെള്ളം കാലിലാവണതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യം കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ നേരത്തെ കണ്ട ഒരു കുട ഉണ്ടല്ലോ, അത് തേനീച്ച വളർത്തിയിട്ടുണ്ടായിരുന്നാണ്. പിന്നെ നമ്മൾ വേറൊരു കുടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തേൻ എടുക്കണ സമയത്ത് നമുക്ക് കാണിച്ചു. ഇത് തേനീച്ചയുടെ അല്ല കേട്ടോ, അത് ചെറിയ ഈച്ചയില്ലേ, നമ്മുടെ ചെറിയ ഈച്ചയുടെ തേൻ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നേരെ വന്നത് സച്ചുവിൻ്റെ റൂമിലാണ്. കണ്ടാൽ ഒരു ഗോഡൗൺ പോലെ ഇരിക്കും. ഇതാണ് അവൻ്റെ റൂമിൻ്റെ അവസ്ഥ കേട്ടോ. എത്ര വെച്ചാലും അത് വൃത്തിയായിട്ട് കിടക്കില്ല. കാരണം ഇപ്പോൾ അവൻ മാത്രമല്ല, അവൻ്റെ കൂട്ടുകാരും കൂടി ഉണ്ടല്ലോ. വെക്കേഷനായേ പിന്നെ അങ്ങനെയാണ്, അവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കിടന്നങ്ങ് മാറി കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വൃത്തിയാക്കിയിട്ട് എത്ര നേരം നിൽക്കുന്ന അറിയില്ല, എന്നാലും പറ്റുന്ന സമയങ്ങളിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അവന് പില്ലോ ആണെങ്കിൽ ഒരു 3-4 വേണം കേട്ടോ. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ആണെങ്കിൽ ഒരു 2-3 വേണം. ഇതൊക്കെ മടക്കി വെക്കാൻ ഞാനും വേണം. അങ്ങനത്തെയാണ് ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒരു ബീൻ ബാഗും കൂടി ആ ബെഡിൻ്റെ മുകളിലുണ്ടാവും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ആൾ ഇരിക്കുക. പക്ഷെ അതൊന്നും മടക്കി വയ്ക്കാനോ ഒന്നും ആൾ ചെയ്യൂല കേട്ടോ. അങ്ങനെ എല്ലാം വിരിച്ചു വാരിയിട്ടേക്കാണ്. നല്ല ഡ്രസ്സുകളും അതുപോലെ തന്നെ ചീത്ത ഡ്രസ്സുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഡെയിലി അത് അവൻ്റെ കുട്ടിക്കാലത്തുള്ള ബാസ്ക്കറ്റാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ അതിൽ തന്നെയാണ് അവൻ്റെ ഡെയിലി യൂസിനുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരൊറ്റ കമിഴ്ത്തലാണ് കേട്ടോ ആ ബാസ്ക്കറ്റ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷെൽഫ് ഒതുക്കാൻ മാത്രമേ നമുക്ക് ടൈം കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ആകുമ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അത് കാരണം അങ്ങനെ അങ്ങ് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതേ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റൂമിൽ വാർഡ്രോബോ കാര്യങ്ങളൊന്നും പണിതിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളുള്ള കാരണം കൊണ്ടാണ് ഇത്ര വർഷമായിട്ട് ചെയ്യാത്തത്. ബാക്കിയുള്ള വീടുകളിലൊക്കെ ചെയ്തു കൊടുത്തിട്ട് സ്വന്തം വീട്ടിൽ വാർഡ്രോബ് ഇവിടെ മുകളിലത്തെ റൂമിൽ ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഈ ജനലൊക്കെ തുറന്നിട്ടിട്ട് ഈ മുകളിലത്തെ റൂം കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എല്ലാ ജനലും തുറന്നിട്ടിട്ട് ഇന്നലെ രാത്രി നല്ല തണുത്ത് വരച്ചു എന്നാണ് പറയണേ. കാരണം മഴക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ ജനലുകളൊന്നും അടയ്ക്കില്ല, അതാണ് പ്രശ്നം. കൊതുക് വന്നിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓരോ എല്ലാത്തിലും ഓരോ വിൻഡോയിലൊക്കെ നമുക്ക് നെറ്റ് ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് അത് തുറന്നിടാം. എന്നാൽ അത് മാത്രം തുറന്നിട്ടാൽ പോരാ, ആൾക്കെല്ലാം തുറന്നിടും. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഉച്ചകൊണ്ടുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും കൊടുത്തു തുടങ്ങണം കേട്ടോ. ഇനി ഒരു തലയ്ക്ക് നിന്ന് അങ്ങ് കൊടുത്തു തുടങ്ങണം. അപ്പം നമുക്കൊന്ന് ഉച്ചയ്ക്കുള്ളത് മാന്തള വറുത്തത്, ചുട്ടരച്ച ചമ്മന്തി, അതുപോലെ ഉപ്പേരി, സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.